മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും മികച്ച പടമാണ്. ഒരു ചരിത്രം തിരുത്തി എഴുതും. ആന്റണി പെരുമ്പാവൂരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. കിട്ടില്ല, നല്ല കയ്യടിയുണ്ട്, വലിയ ആവേശം തന്നെ ഉണ്ട്. മലയാള സിനിമയിൽ തന്നെ ആന്റണി പെരുമ്പാവൂർ ഒരു സംഭവമായി മാറാൻ പോകണം ഈ സിനിമയോട് കൂടി. ഇനി തീർച്ചയായിട്ടും കിട്ടും. മലയാള സിനിമ വെച്ചാൽ മോഹൻലാലല്ലേ, പിന്നെ അതിന് പുള്ളിക്ക് ഒരു റോൾ ഉണ്ടല്ലോ, അതല്ലേ പുള്ളി അഭിനയിക്കും. അത് പറയാൻ കഴിയില്ല. അത് കണ്ടു, പക്ഷെ എന്നാലും അതൊക്കെ ഒരു ഇതല്ലേ, അത് പറയാൻ പറ്റൂല. അത് സ്റ്റേറ്റ് അവാർഡാണല്ലോ തീരുമാനിക്കുന്നത്. കിടിലൻ സിനിമ, ഒന്നും പറയാനില്ല. ഒരു ഫ്രെയിം എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ലെവലാണ്. അത് തന്നെ മാസാണ്. സൂപ്പർ, നല്ല പടം. എടുത്തു പറയാന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും വരുന്നതാണ് എടുത്തത്. മാസ് കൊള്ളാം, കുഴപ്പമില്ല. ആക്ടിംഗ് ഒക്കെ സൂപ്പർ, നൈസാണ്, പൊളിയാണ്. നല്ല പടം, എമ്പുരാൻ തന്നെ. മേക്കിംഗ് ലെവലൊക്കെ അടിപൊളി. അതെല്ലാം നെഗറ്റീവാണ് പറഞ്ഞു, പക്ഷെ പോസിറ്റീവായിട്ട് പറയാനുണ്ട്. ഇനി തൊട്ട് ഹിറ്റ് ആവാം. ഈ പറഞ്ഞ നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആവാൻ തോന്നുന്നു. രണ്ടാം പ്രാവശ്യം എല്ലാവരും ഒന്നുകൂടെ പോയി കാണുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ അറിയാൻ പറ്റും. കാരണം ആദ്യം പറയുമ്പോൾ ലൂസിഫർ ഒന്നിലുള്ള ഒരു ഇതുണ്ടെന്നൊക്കെ പറയുന്നു. രണ്ടാം പ്രാവശ്യം കണ്ടതിന് ശേഷം അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൊള്ളൂരാൻ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്കും ഫീൽ ആവുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. കൊള്ളാം, നല്ല മേക്കിങ്, അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല, മസ്റ്റ് വാച്ചുമാണ്. നെഗറ്റീവ് പറയാനായിട്ട് ഇതിൽ ഒന്നുമില്ല. നല്ല പടമാണ്. കണ്ട് നമുക്ക്, അതായത് വേറെ നെഗറ്റീവ് പറയാനായിട്ട് അതിലൊന്നുമില്ല. പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഹൈ ലെവലാണ്. നമുക്കൊരു ഇംഗ്ലീഷ് പടമായിട്ട് തോന്നിപ്പോ, അത്ര സെറ്റപ്പിൽ അവർ ചെയ്തു വെച്ചേക്കും. കൊള്ളാം, എല്ലാവർക്കും കാണാൻ കൊള്ളാം. നന്നായിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് മോഹൻലാലിൻ്റെ സ്വാഗ്, പക്ഷെ അത്ര നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. കൊള്ളാം, അത് അറിയാൻ വയ്യ. കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. പൊളി സിനിമയായിട്ട് കണ്ടാൽ അടിപൊളി സിനിമ. നല്ല സൂപ്പറാണ്, നല്ല അതുപോലെയാണ്. കൊള്ളാം, നല്ല പടം. ഗുസ്ബംസ് കിട്ടില്ല. അത്ര ഓവർലോഡഡ് സ്ക്രിപ്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, ഓക്കെ. കുറച്ച് BGM ഒക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു സിന്ത സോങ് ഒന്നും അത്ര ആ ഫൈറ്റിന് പറ്റിയല്ലാന്ന് തോന്നി. കുഴപ്പമില്ല, മേക്കിംഗ് ഓക്കെയാണ്, ക്യാമറ ഓക്കെ. നല്ല പടമാണ്, നന്നായിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് സീൻ, സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീൻ നല്ല അത് തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റീഫനായിട്ടും അതേപോലെ ഇബ്രാഹിം ഖുറേഷി ആയിട്ടും വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള തന്നെ ഒരു ചേഞ്ച് ആളുടെ ക്യാരക്ടറിലുണ്ട്. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള രീതിയിൽ പടം കാണുകയാണെങ്കിൽ വളരെ ഹൈ മൊമെന്റ്സ് വരുന്ന പല സീനുകളും ഉണ്ട്. പക്ഷേ അതൊരു ആരാധകൻ്റെ കൂടെ കണക്ഷൻ, ഒരു പ്രേക്ഷകനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ പല സ്ഥലത്തും അല്പം വീക്കായിരുന്നു കമ്പയർ ടു ലൂസിഫർ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈ കിട്ടിയില്ല, പല മൊമെന്റ്സിലും ഹൈ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ വൺ ടൈം ആയിട്ട് കാണാമെന്നുള്ളൊരു ക്വാളിറ്റിയുള്ള സ്റ്റഫാണ്, മേക്കിങ്ങിലെല്ലാം വയസ്സും ക്വാളിറ്റിയുള്ള സ്റ്റഫാണ്. പക്ഷേ ഒരു ഹൈ മൊമെന്റ്സ് വരുന്നതിൽ പടം പലപ്പോഴും പുറകോട്ട് പോയിരുന്നു. അതിൻ്റെ ഒരു ലീഡുണ്ട്, അത് എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായ പ്രതീക്ഷ എന്താണോ അതേപോലത്തെ ഒരു പ്രതീക്ഷയാണോ എമ്പുരാനിൽ നിന്ന് ലൂസിഫർ 3 പോകുമ്പോൾ കിട്ടുന്നതെന്നുള്ള കാര്യം അല്പം സംശയമാണ്.